നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 15-ാം തീയതി 1201 ആണ്ട് ചിങ്ങമാസം 30-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം വരുന്നത് തിരുവാതിര നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. തിരുവാതിര നക്ഷത്രം ശുഭനക്ഷത്രമാണ്, ശുഭദിനവുമാണ്. തിങ്കളാഴ്ച ഒരു ആഴ്ചയുടെ ആരംഭമാണ്. ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയ ദിവസമാണ്. പക്ഷെ അതിന് അനുകൂലപ്രദമായ ആഴ്ചയും നക്ഷത്രമൊക്കെ ഒത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുക, അത് വിജയിക്കും. ഇന്നത്തെ തിരുവാതിര നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. വളരെ അനുകൂലപ്രദമായ ദിവസവും കൂടിയാണ്, നക്ഷത്രവും കൂടിയാണ്. തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലം, ചിങ്ങമാസത്തിലെ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ്, സന്തോഷപ്രദമായ ഒരു വർഷമാണ്. എന്തിനൊക്കെ സന്തോഷം? വീട് വയ്ക്കാൻ കൊള്ളാം, വാഹനം വാങ്ങാൻ കൊള്ളാം, അതുപോലെ മാതാവിനോ മാതൃതുല്യരായവർക്കോ അനുകൂലപ്രദമായ മനസ്സന്തോഷം കിട്ടുന്ന ഒരു വർഷമാണ്. ഇങ്ങനെ വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വിനിയോഗിച്ചോളുക. വീട് വെക്കാനോ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വീട് പുതുക്കി പണിയാനോ ഒക്കെ, അല്ലെങ്കിൽ മാതാവിനെ കൂടെ നിർത്താനോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പോയി നിൽക്കാനോ ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ മാക്സിമം വിനിയോഗിച്ചുകൊള്ളുക. അതുപോലെ തന്നെ ഇന്ന് നല്ല ദിവസമാണ്, നല്ല കാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 7 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:50 തൊട്ടാണ് രാഹുകാല സമയം തുടങ്ങുന്നത്. 9:21 വരെ രാഹുകാല സമയമുണ്ട് താനും. അപ്പോൾ രാഹുകാല സമയം പ്രത്യേകിച്ച് യാത്രയ്ക്ക് മാത്രം എടുക്കാതിരിക്കുക. അതുപോലെ ഒരു കാര്യത്തിന് എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. യമകണ്ഠൻ്റെയും ഗുളികൻ്റെയും ബന്ധം വരുന്ന കാലഘട്ടം. അതിൽ ഗുളികകാല സമയം വരുന്നത് 1:50 തൊട്ട് 3:21 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 10:49 തൊട്ട് 12:28 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ തന്നെ നമുക്കിന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. അഭിജിത്ത് മുഹൂർത്ത സമയം ഇന്ന് വരുന്നത് 11:58 തൊട്ട് 12:46 വരെ. ഈ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. ഇന്ന് നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആ കാര്യങ്ങൾ നല്ലപോലെ വിജയിച്ച് ഭംഗിയാകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒന്നാണ് വസ്ത്രധാരണം. അത് വെള്ള വസ്ത്രമോ പേളിൻ്റെ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രം വസ്ത്രദാനത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.